പ്രേക്ഷകരുടെ സ്വരരാഗവിരുന്നിലെ വിടുക്കൻകുട്ടൻ, നമ്മുടെ സ്വന്തം റിച്ചുകുട്ടൻ. വെൽക്കം ഋതുരാജ് ഓൺ സ്റ്റേജ്. ഞാൻ ഇന്ന് സെമി ഫൈനൽസിൽ ഫേവറേറ്റ് റൗണ്ടിൽ പാടാൻ വന്ന പാട്ട് ഓർമ്മതൻ വാസന്തമന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. ആ പാട്ടാണ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് യേശുദാസ് സാറാണ്. ഈ പാട്ടിൻ്റെ സിനിമയുടെ പേര് ഡെയ്സി എന്നാണ്. അച്ഛനാണ് ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നത്. അപ്പോൾ ഞാൻ ഗ്രൂമേഴ്സ് ചെറിയ തെറ്റൊക്കെ പറഞ്ഞാണ്, അത് അപ്പം ശരിയാക്കി. അപ്പം ഞാൻ സ്റ്റേജിൽ മുമ്പ് പോയി നന്നായിട്ട് പാടിയിട്ടായിരുന്നു. ഏതാണ് പാട്ട്? ഇന്ന് ഓർമ്മതൻ വാസന്ത നന്ദന തോപ്പി. ഓ സൂപ്പർ സോങ്, സൂപ്പർ സോങ് ആണല്ലോ. ഒരു പുഷ്പം സൂപ്പർ സോങ്. ഒരു പുഷ്പം മാത്രം. ഡേസി ഐ ലവ് യു പറഞ്ഞേ. ഡേസി ഐ ലവ് യു. ഇങ്ങനെയാണോ? ഐ ലവ് യു എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊരു ഫീൽ കൊടുക്കണ്ടേ? ഡേസി ഐ ലവ് യു. ഡേസി ഐ ലവ് യു. ഇങ്ങനെയൊക്കെ പറയണം. കൊല്ലം I love you. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഡേസി ഐ ലവ് യു. ഡേസി ഭയങ്കര വിളവന കേട്ടാ. ആരാ എഴുതിയത്? അത് എഴുതിയത് പി ഭാസ്കരൻ മാസ്റ്റർ. ആരാ മ്യൂസിക്? മ്യൂസിക് ഷാം. അല്ലല്ല 1988. അല്ലല്ല. നോക്കിയാക്ക് പേപ്പറിൽ നോക്കായിട്ടേക്ക്. നിങ്ങൾ നോക്കി. ഋച്ചുകുട്ടൻ പഠിച്ചത് തെറ്റിപ്പോയോ? അല്ല, കറക്റ്റ് തന്നെ അച്ഛൻ പറഞ്ഞത്. സിനിമയുടെ പേര് ഇതാ ഡേസി. അത് മാത്രം ശരിയായി, ബാക്കിയെല്ലാം തെറ്റിപ്പോയി. ഇപ്പൊ എന്ത് ചെയ്യും? അയ്യോ, ഞാൻ താണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നീ പറഞ്ഞ ഒന്നുമല്ല, ഇതിന്റെ മ്യൂസിക് ശ്യാമാണ്. അല്ല, നീ പറഞ്ഞില്ല. നീ അങ്ങനല്ല പറഞ്ഞ. പിന്നെ എഴുതിയിരിക്കുന്ന പി ഭാസ്കരൻ മാസ്റ്ററാണ്. മാസ്റ്റർ ഞാൻ പറഞ്ഞു ഇല്ല. അങ്കിള് രണ്ടുപേരും കള്ളത്തരാ പറയുന്നത്. എന്ത് കള്ളത്തരം? ഞാൻ പറയാറില്ലല്ലോ. ഇതിന്റെ വർഷം എത്രയാണെന്നറിയോ? 1988. അതിന് ഞാൻ പറഞ്ഞു 1988. നീ 98 എന്നാ പറഞ്ഞു. ഇല്ലല്ലോ, 1988 എന്ന് പറഞ്ഞില്ലേ? 1988. അതിപ്പോ ആയതാ. ഇങ്ങനെ എഴുതി കാണിച്ച 1988. അത് തന്നെ ഞാനും പറഞ്ഞു. അതിനെ ഞാനും പറഞ്ഞേ. അതിനിപ്പോ എന്താ പ്രശ്നം? എന്താ ഇവിടുത്തെ പ്രശ്നം? ഒരു പ്രശ്നമില്ല. നീ അങ്ങ് നിന്ന് പാടിയാ പോരെ? പാടിക്കോ, പാടിക്കോ. ഓക്കേ. One, two, three, four.
വസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. ചിങ്കിണിമണി, ഓ, എന്തോടാ നീ പാടിയത്? ഓർമ്മത്തിന് വസന്ത നന്ദനത്തോപ്പ്. ഓർമ്മതൻ വസന്ത നന്ദനത്തോപ്പിലാണോ നീ പാടിയത്? നീ നന്ദനത്തോപ്പിനെ ഒരു എന്താണ് പറയുന്നത്, ഒരു സ്വർഗത്തോപ്പാക്കി മാറ്റി. ഒരു വലിയ സ്വർഗത്തിലുള്ള ഒരു തോപ്പാക്കി മാറ്റി. നന്ദനത്തോപ്പല്ല മോനെ, സ്വർഗത്തോപ്പ്. ഗംഭീരായിരുന്നു. അതായത് ഇത്ര മനോഹരമായിട്ടാണ് നമ്മുടെ കുട്ടികൾ പാടുന്നത്. എനിക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല. ഇതൊരു കഴിവ് തന്നെയാണ്. വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഞാന് നമ്മുടെ പ്രേക്ഷകരോട് പറയാണ്. കാരണം ഇവനെ ഇവിടെ ഇതിൽ സെലക്ട് ചെയ്തത് പാട്ട് കേട്ടിട്ടല്ല, സത്യത്തില് ഇവന്റെ കുസൃതി കണ്ടിട്ടാണ് ഇവനെ ഇതിനകത്ത് സെലക്ട് ചെയ്തത്. ഓഡിഷന് വന്ന് പാട്ട് പാടാൻ പറഞ്ഞപ്പോഴ് പാട്ട് പാടാൻ എനിക്ക് അറിഞ്ഞൂടാ, ഹിന്ദി പാട്ടൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എന്നോട് ചോദിക്കില്ലെന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴാണല്ലോ ഹിന്ദി പഠിക്കുന്നത്. ഡോറേമോൻ കാണാൻ തുടങ്ങിയത് ഇപ്പോഴാണല്ലോ, അതുകൊണ്ടാ. വന്നപ്പോഴത്തേക്ക് ഒന്നും പാടാൻ അറിയില്ല, ഞാൻ പാടത്തില്ല, ഒരു കുസൃതിക്കാരനായിരുന്നു, ബാക്കി എനിക്ക് ഹിന്ദി പാട്ട് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ ഋതുക്കുട്ടൻ ഇപ്പൊ എവിടെ ഇരിക്കുന്നു? നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇപ്പൊ എവിടെ അസലായിട്ട് പാടി പോനെ. അങ്കിളിന് വളരെ ഇഷ്ടപ്പെട്ടു, മനസ്സ് നിറഞ്ഞു, നന്നായിരുന്നു. മതി, ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഗംഭീരമായിരുന്നു. അതായത് ആ പാട്ടിന്റെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഓർക്കസ്ട്ര. അതെ, സൂപ്പർ സൂപ്പർ, ഗംഭീരമായിരുന്നു. കാരണം മാത്രമല്ല, ഇതിന്റെ ഓർക്കസ്ട്രേഷനും നല്ല രീതിയിൽ ശംസാർ ചെയ്തിട്ടുണ്ട്. ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് വായിക്കാനും അത് നിങ്ങൾക്ക് ആസ്വദിച്ച് വായിക്കാനും അത് ഞങ്ങൾക്ക് ആസ്വദിച്ച് കേൾക്കാനും സാധിച്ചു. ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും എല്ലാം ഇതൊരു വിരുന്നായിരിക്കും. 100% ഈ പാട്ടൊരു വിരുന്നായിരിക്കും. ഇടമോഷിക്ക ഇവിടെ പറയാം. ഇവനെ ഇങ്ങനെ ആനപ്പുറത്തിരുത്തുന്ന പോലെ ഇരുത്തിരിക്കുന്നത് എന്തിനെന്ന് അറിയാമോ? He is going to be on top of the world sometime. I can see that. Yes. അപ്പോ എടേ അനുപല ഒന്ന് പാടിക്ക വീട, കൊതിയല്ല. ഒരു സ്വപ്നം മാത്രം, ഒരു ദുഃഖം മാത്രം പാടുന്നതിന്റെ
അതിന്റെ ഫീൽ എക്സ്പ്രഷൻ എങ്ങനെയാടാ ഫീലു? പറ ഒന്നൂടെ. ഒരു ദുഃഖം മാത്രം. ഒരു ദുഃഖം മാത്രം. അടുത്തത്. വ്യോമാന്തരത്തിലെ സാന്ധ്യ നക്ഷത്രങ്ങൾ, വ്യോമാന്തരത്തിലെ സാന്ധ്യ നക്ഷത്രങ്ങൾ, പ്രേമാദ്രിയാ നിന്റെ നീല നേത്രങ്ങൾ. ഒരുപാട് പ്രേമിച്ചിട്ടുള്ളവർക്ക് പോലും ഇങ്ങനെ പ്രേമാർദ്ര പാടാൻ പറ്റില്ല. സൂപ്പർ 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 സൂപ്പർ. താങ്ക് യു. ഐ ലവ് യു ചക്കരക്കുട്ട. ഐ ലവ് യു ടു സാറേ. നീ ഇവനെ എടുത്തോണ്ട് പോവോ? ഋത്തുകുട്ടാ, എന്തായാലും വളരെ വലിയൊരു ഗായകനായി മാറും. ഫ്യൂച്ചർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പക്ഷേ ഇതുപോലെ തന്നെ പോണം, നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ. സ്വഭാവമൊക്കെ ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ, വികൃതി കുറച്ചാ മതി. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മധു ഇത്ര നേരം പുറത്ത് കളിയായിരുന്നു. അതെനിക്ക് തോന്നി. അപ്പൊ ഈ ഡെയ്സി ഓർമ്മയില്ല, ഓർമ്മയില്ല. പാടുമ്പോ വേറൊരാളായിട്ട് മാറുകയാണ്. അതാണ് കറക്റ്റ് കേട്ടോ. പാടുമ്പോഴ് ഇവൻ റിഹേഴ്സൽ എടുക്കുമ്പോഴും നമുക്ക് തോന്നൂല്ല ഇങ്ങനെ പാടുമെന്ന് തോന്നില്ല. തേക്കിന്റെ സമയത്ത് തേക്ക് അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഇവൻ കിങ്ങിണി മണിയനാവും. ആ അങ്കിളിനെ ഇങ്ങോട്ട് വിളിക്കും. എന്താ കോഴി വിളിക്കണ പിന്നെ വാ, വരേണ്ട ആവശ്യമുണ്ടോ? ഞാൻ മഞ്ഞ അങ്ങട്. എടാ ട്രിപ്പിൾ പോവല്ലേ, എന്തിനാ ഞാൻ അങ്ങോട്ട് വരണേ? അല്ല എന്നാലും നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാം. ഒരു അസാധ്യമായ പെർഫോമൻസിന് നമുക്ക് ഒരു സ്റ്റാൻഡിംഗ് ഒവേഷൻ കൊടുക്കാം. Richudan is going to be awarded a golden crown. അടി ഒരു ഗോൾഡൻ പൂക്കുറ്റി. Congratulations, our Rithukutan is awarded golden crown. Thank you, sir. റിച്ചു, ടാറ്റാ. ടാറ്റാ. All the best. നമ്മുടെ സ്വന്തം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം മധു അങ്കിൾ ഒരു മനോഹര ഗാനം ആലപിക്കുകയാണ്. വെൽക്കം മധു അങ്കിൾ ഓൺ സ്റ്റേജ്. என்னவளே அடி என்னவளே எந்த இதயத்தை தொலைத்து விட்டே,
எந்த இடம் அது தொலைந்த இடம், அந்த இடத்தையும் மறந்து விட்டேன். உந்தன் கால் கொலுசில் அது தொலைந்ததென்று உந்தன் காலடி தேடி வந்தேன். காதல் என்றால் பெரும் அவஸ்தை என்று உன்னை கண்டதும் கண்டு கொண்டேன். எந்தன் கழுத்து வரை இன்று காதல் வந்து இரு கண் விழி பிதுங்கி நின்றேன். என்னவளே அடி என்னவளே, எந்த இதயத்தை தொலைத்து விட்டேன். வாய்மொழியும் எந்தன் தாய்மொழியும் இன்று வசப்படவில்லையடி. வயிற்றுக்கும் தொண்டைக்கும் உருவமில்லா ஒரு உருண்டையும் உருளுதடி. காத்திருந்தால் எதிர்பார்த்திருந்தால் ஒரு நிமிஷமும் வருஷமடி. கண்கள் எல்லாம் என்னை பார்ப்பது போல் ஒரு கலக்கமும் தோன்றுதடி. இது ஸ்வர்கமா நரகமா சொல்லடி உள்ளபடி. நான் வாழ்வதும் விடை கொண்டு போவதும் உன் வார்த்தையில் உள்ளதடி. என்னவளே அடி என்னவளே, எந்த இதயத்தை தொலைத்து விட்டேன். கோகிலமே நீ குரல் கொடுத்தால் உன்னை கும்பிட்டு கண்ணடிப்பேன். கோபுரமே உன்னை சாய்த்து கொண்டு உந்தன் கூந்தலில் மீன் பிடிப்பேன். வெண்ணிலவே உன்னை தூங்க வைக்க உந்தன் விரலுக்கு சொடுக்கெடுப்பேன். வருட வரும் பூங்காற்றையெல்லாம் கொஞ்சம் வடி கட்டி அனுப்பி வைப்பேன். என் காதலின் தேவையை காதுக்குள் ஓதி வைப்பேன். உன் காலடி எழுதிய கோலங்கள் புது கவிதைகள் என்றுரைப்பேன். என்னவளே அடி என்னவளே, எந்த இதயத்தை தொலைத்து விட்டேன். எந்த இடம் அது தொலைந்த இடம், அந்த இடத்தையும் மறந்து விட்டேன். உந்தன் கால் கொலுசில் அது தொலைந்ததென்று உந்தன் காலடி தேடி வந்தேன். காதல் என்றால் பெரும் அவஸ்தை என்று உன்னை கண்டதும் கண்டு கொண்டேன். எந்தன் கழுத்து வரை இன்று காதல் வந்து இரு கண் விழி பிதுங்கி நின்றேன். என்னவளே அடி என்னவளே, எந்த இதயத்தை தொலைத்து விட்டேன். അനിയത്തിക്കാവിനു പ്രിയരിവർ നൽകും ചെറുതരി സുഖമുള്ള നോവ്. അതിൽ തെരുതെരു ചിരിയുടെ പുലരികൾ നീന്തും മണിമുറ്റമുള്ളൊരു വീട്. ഈ വീട്ടിലെന്നും ഒരു പൊന്നോമല വിഴിപൂട്ടും ഓർമ്മയുടെ താരാട്ടുമായി നിറഞ്ഞുല്ലാസമെല്ലാവർക്കും നൽകിയിടും ഞാൻ. അനിയത്തിപ്രാവിനു പ്രിയരിവർ നൽകും ചെറുതരി സുഖമുള്ള
ചെറുതരി സുഖമുള്ള നോവ് അതിൽ തെരുതെരു ചിരിയുടെ പുലരികൾ നീന്തും മണിമുറ്റമുള്ളൊരു വീട്. കണ്ണുനീരും മുത്തല്ലോ ഈ കാരുണ്യ തീരങ്ങളിൽ, കാത്തു നിൽക്കും ത്യാഗങ്ങളും നാം കാണുന്ന സൂര്യോദയം. തമ്മിൽ പ്രിയമാകണം, നെഞ്ചിൽ നിറവാകണം, കണ്ണിൽ കനിവൂരണം, നമ്മളൊന്നാകണം. എങ്കിലകവും പുറവും നിറയും ഇവളെന്നെന്നും തങ്കക്കൂടം, ചിരി പെയ്യുന്ന തുമ്പക്കൂടം. ഇവളെന്നെന്നും തങ്കക്കൂടം, ചിരി പെയ്യുന്ന തുമ്പക്കൂടം. അനിയത്തിപ്രാവിനു പ്രിയരിവർ നൽകും ചെറുതരി സുഖമുള്ള നോവ് അതിൽ തെരുതെരു ചിരിയുടെ പുലരികൾ നീന്തും മണിമുറ്റമുള്ളൊരു വീട്. ഈ വീട്ടിലെന്നും ഒരു പൊന്നോമല പൂട്ടുമോർമ്മയുടെ താരാട്ടുമായി നിറഞ്ഞുല്ലാസമെല്ലാവർക്കും നൽകിയിടും ഞാൻ. അനിയത്തിപ്രാവിനു പ്രിയരിവർ നൽകും ചെറുതരി സുഖമുള്ള നോവ് അതിൽ തെരുതെരു ചിരിയുടെ പുലരികൾ നീന്തും മണിമുറ്റമുള്ളൊരു വീട്. ഇന്ന് നമുക്ക് നല്ല ബെസ്റ്റ് പെർഫോമൻസസ് ഉണ്ടായിട്ടുണ്ട് ഈ ദിവസം. അതില് എപ്പോഴും ഒരു വളരെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡിജി എന്നുള്ള ലെവലില് അല്ലേ? തീർച്ചയായിട്ടും അതെ. ഋത്തുകൂട്ടനായിട്ടാണ് റിച്ചു തന്നെ. റിച്ചു പിന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞൊന്നും പതിവ് പോലെ. സംശയമില്ല, ഈ എപ്പിസോഡില്, ഇന്നത്തെ ഈ എപ്പിസോഡില് ഋതുവിന്റെ ഇത് അവനെപ്പോഴും ഒരു അത്ഭുത ശിശുവാണ്. അത്ഭുത ഫാലനല്ലേ? റിച്ചുട്ടനാണ് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ. വെൽക്കം റിച്ചുകുട്ടൻ on stage.